ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണോ? നമ്മുടെ ഇവിടെ ഭയങ്കര മഴയാണ് കേട്ടോ. അവിടോ? നിങ്ങളെ സ്ഥലങ്ങളെല്ലാം നല്ല മഴയുണ്ടോ? ഇത് നമ്മുടെ വീടിൻ്റെ പരിസരമാണ് കേട്ടോ കാണിക്കുന്നത്. മഴയായാൽ പിന്നെ ആകെ കുളമാണ്. കണ്ടോ, അയലൊക്കെ തുണി ഉണങ്ങാൻ വലിയ പാടായതുകൊണ്ട് പെരയ്ക്കകത്തും പുറത്തും എല്ലാം തുണിയാണ്. നമ്മുടെ വീടിനോട് ചേർന്നുള്ള മതിലിൻ്റെ അവിടെ നിൽക്കുന്ന റോസയാണ് കേട്ടോ. മഴയും കാറ്റും കാരണം അത് ചാഞ്ഞങ്ങ് പോയി. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള കണ്ടമാണ് നമ്മളെ വീട്ടിലോട്ട് വരുന്ന വഴിയാണ് കേട്ടോ കാണുന്നത്. വണ്ടിയൊക്കെ പോകുന്നുണ്ടോ? നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു റംബൂട്ടാനുണ്ട്. 3-4 വർഷമായി, നിറയെ പൂക്കും, പക്ഷേ കായ്ക്കത്തില്ല. അങ്ങനെ നമ്മളൊരു പരീക്ഷണം ചെയ്ത് എല്ലാവരും പറയും തൊട്ടടുത്തൊരു റംബൂട്ടാൻ ഉണ്ടെങ്കിൽ പരാഗണം നടന്ന് വേഗം കായ്ച്ചോളും. അതുകൊണ്ട് നമ്മളൊരു ചെറിയ റംബൂട്ടാൻ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു ചാമ്പയുണ്ട്. ചാമ്പയോട് ചേർന്ന് തന്നെ പ്രാഷൻ പൂട്ട്. ഇത് വയലറ്റ് കളറുള്ള പ്രാഷൻ പൂട്ടാണ് കേട്ടോ. എന്തായാലും പഴുക്കാറൊക്കെ ആയിട്ട് വരുന്നേ ഉള്ളൂ. ചാമ്പ കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് കായ്ച്ച് അങ്ങ് ചാഞ്ഞു പോയായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് കമ്പൊക്കെ കോതി വിട്ടു. അതിന് ശേഷം ഇതുപോലെ 1-2 വല്ലതും കായ്ച്ചാലായി. നേരത്തെയൊക്കെ ആണെങ്കിൽ പാഷൻ ഫ്രൂട്ട് നിറച്ചുണ്ടാകുമായിരുന്നു. ഇപ്പം അങ്ങനെ ഇല്ല. പിന്നെ നമ്മുടെ മതിലിനോട് ചേർന്ന് തന്നെ ഒരു ചെത്തിയുണ്ട്. നിറയെ പൂക്കളുണ്ടാകുന്ന കേട്ടോ. മഴയൊക്കെ നനഞ്ഞ് ആകെ കുളിർത്ത് നിൽക്കുകയാണ്. നിറയെ ചെത്തിപ്പൂ ഉണ്ടാകുന്നതാണ്. കാണാൻ തന്നെ എന്തൊരു ഭംഗിയല്ലേ. നമ്മളെ വീടിനോട് ചേർന്ന് തൊട്ടടുത്ത് തന്നെ ഒരു കിണറുണ്ട്. ഈ കിണർ കഴിഞ്ഞ വർഷം നമുക്കിട്ടൊരു പണി തന്നു. ഇവനാകെ അങ്ങ് വറ്റിപ്പോയി. നമ്മൾ ഈ വെള്ളം വറ്റിയത് കാരണം ഒരു ചെറിയ കുഴലടിച്ചു. ഈ കുഴൽ കിണറും നമുക്ക് പണി തന്നിട്ടൊന്ന് നിറയെ കണ്ടത്തിനോട് ചേർന്നതുകൊണ്ട് നിറയെ ഓരാ കേട്ടോ. അതുകൊണ്ട് ഇപ്പം ഞങ്ങൾ കിണറൊക്കെ തേകാൻ ഇരുന്നപ്പോഴാണ് മഴ അതിശക്തമായിട്ട് പെയ്ത് ഇപ്പോൾ കിണർ ഏകദേശം നിറയാറായി. പിന്നെ അതേ ഇരിക്കുന്നത് നമ്മുടെ കഥാനായകൻ. ഇതൊരു വലിയ കഥയാണ് കേട്ടോ. ഇതൊന്ന് ക്ലീൻ ചെയ്യാൻ നമ്മുടെ അഞ്ചു ഒന്ന് ക്ലീൻ ചെയ്യാൻ ശ്രമിച്ചതാണ്. അതിപ്പോൾ ഈ അവസ്ഥയിലായി. ഇതിൻ്റെ ഫ്രീസറിനകത്ത് ഐസ് കട്ട ഉണ്ടായിരുന്നപ്പോഴത്തേക്കും ഒന്ന് ക്ലീൻ ചെയ്തതാണ്. കത്തിയും കൊണ്ടൊന്ന് ഇളക്കാൻ ശ്രമിച്ചതാണ്. ഗ്യാസ് മൊത്തം പോയി നശിച്ചു. അത് ശരിയാക്കാൻ ചെന്നപ്പോഴത്തേക്കും 10,000 രൂപ ആകുമെന്ന് പറഞ്ഞു. അതിൻ്റെ ബാക്കി കഥയൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. ഇഷ്ടംപോലെ ചെമ്പരത്തി ഉണ്ട് കേട്ടോ. ഒക്കെ ആകെ ഇത് നമ്മുടെ കുഞ്ഞായിയുടെ സ്വിമ്മിംഗ് പൂളായിരുന്നു. അവൻ അതിനകത്ത് കളി ഇച്ചിരി കൂടിയപ്പോഴത്തേക്ക് എടുത്ത് പാത്ത് വെച്ച്. എന്തായാലും മഴ പെയ്ത് അതിനകത്ത് വെള്ളമായി, നമുക്ക് കമത്തി കളയാം. ഇതേ കുഞ്ഞായുടെ 2 ചേട്ടായിമാർ പോകുന്നു. അവർ മേളിലൊരു വീട്ടിലൊക്കെ പോയിട്ട് 2 പേരും കൂടെ പോകുന്ന പോക്കാണ്. എന്നെ കണ്ടപ്പോഴത്തേക്കും വിളിച്ച് എന്നാ എടുക്കുവാന്നൊക്കെ ചോദിക്കുന്ന കേട്ടോ. ഇവന്മാരെ ഇപ്പോൾ ഈ മഴയായതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ആ പോകുന്ന ഭാഗത്ത് എന്നും ക്രിക്കറ്റ് കളിയാണ്. ഒരു 5 സ്കൂളൊക്കെ വിട്ട് വന്ന ഇഷ്ടംപോലെ പിള്ളേരാണ്. ഒരു ദിവസം വീഡിയോ എടുത്ത് കാണിക്കാം കേട്ടോ. എന്തായാലും ഭയങ്കര മഴയാണ്. മഴ ഇനി ശക്തമായിട്ട് പെയ്താൽ നമ്മുടെ ഇവിടെ ഒരു ചെറിയ ഡാമുണ്ട്, കല്ലാർ ഡാം. ആ ഡാം എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാം വെള്ളമാവും. ഈ വെള്ളം എന്ന് പറഞ്ഞാൽ അങ്ങ് അതുണ്ട് ഒരു പച്ച നെറ്റൊക്കെ കെട്ടിയേക്കുന്നത്. അവിടെ ഒരു വീടുണ്ട്. ആ വീടിൻ്റെയൊക്കെ അവിടെയൊക്കെ വെള്ളം കയറും. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. നമ്മുടെ വീടിൻ്റെ മതിലിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു തെങ്ങാണ്. അത് ഇഷ്ടംപോലെ കരിക്ക് കിട്ടും. വേനലായ പിന്നെ കുഞ്ഞാക്കി കരിക്കും വെള്ളം എന്ന് പറഞ്ഞാൽ ഭയങ്കര ബഹളമാണ്. ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ ഒരു ചെറിയ വീഡിയോ എടുത്തിട്ടാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കില്ല കേട്ടോ. ഇനി ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്, അത് പിന്നീട് ഒരു ദിവസം കാണിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ബൈ ബൈ.